കലാമണ്ഡലം സത്യഭാമ സത്യം മാത്രമാണ് പറഞ്ഞത്. അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം കലാമണ്ഡലവും മനുഷ്യൻ്റെ നിറവും തമ്മിൽ ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അതായത് രാമകൃഷ്ണൻ എന്ന പേരായ ഒരാൾ, RLV രാമകൃഷ്ണൻ, അദ്ദേഹം മോഹിനിയാട്ടം പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൻ്റെ കേന്ദ്രത്തിൽ ചെന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ സത്യഭാമ എന്നാണ് പേര് പറയുന്നത്. അവർ ഇയാളുടെ തൊലി കറുപ്പാണെന്ന് കണ്ടപ്പോൾ മോഹിനിയാട്ടമൊന്നും കറുത്ത മനുഷ്യന്മാരൊന്നും ആടിയിട്ട് കാര്യമില്ല, മോഹം ജനിക്കൂല, മോഹം ജനിക്കുന്ന രീതിയിലുള്ള ഒരു ശരീരപ്രകൃതമൊക്കെ വേണം എന്ന അർത്ഥത്തിലാവണം വർണ്ണം തൊലി നിറത്തെപ്പറ്റിയുള്ള സംസാരം ഉണ്ടായി. അത് ഈ കക്ഷി എന്നിട്ട് അവിടെ ഇത് ചേർക്കാതെ പോന്നു, അവിടെ ചേരാതെ. നർത്തകൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്ന് വ്യാപക പ്രതിഷേധം എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് എന്താണ് പറഞ്ഞതെന്ന് ഇതിനകത്ത് പറയുന്നില്ല. രാമകൃഷ്ണൻ്റെ നേരെ ജാതി അധിക്ഷേപം നടത്തിയ സത്യഭാമയുടെ നടപടി സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും കലാമണ്ഡലം എന്ന മഹത്തായ സ്ഥാപനത്തിന് പേര് കൂടെ ചേർക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറയും. അതിനകത്തുനിന്ന് ഇപ്പോൾ നിങ്ങൾ ഈ കറുത്ത തൊലിയായിട്ട് മോഹിനിയാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ആളുണ്ടാവില്ല എന്ന് മറ്റാവണം ഇവർ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതൊരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നമ്മൾ പ്രസംഗത്തിലും എഴുത്തിലും പിന്നെ വയലിലും ഒക്കെ ഉദ്ധരിക്കുന്ന വാചകമുണ്ട്. കറുപ്പവനും വെളുത്തവനേക്കാൾ വെളുത്തവന് കറുത്തവനേക്കാൾ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ഹദീസ് ഉദ്ധരിക്കും, ലാ ഫർഖ ബൈന അസ്വദ വലാ അബിയല്ല, കറുത്തവനും വെളുത്തവനും തമ്മിൽ വ്യത്യാസമില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ ഉദ്ധരിക്കാറുണ്ട്. അന്ന് അടുത്ത കാലം വരെയും സൗത്ത് ആഫ്രിക്ക, അവിടെ ഈ അപ്പർത്തിയുടെ നിലവിലിരുന്നിരുന്നു. കറുത്തവർക്ക് തീവണ്ടിയിൽ വെളുത്തവരുടെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ല, പബ്ലിക് ഇതിനകത്തുനിന്ന് ടൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല, അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പർത്തിയുടെ നിലവിൽ. പിന്നീട് ഇപ്പോൾ ഇല്ലാതായി. അവർക്ക് കറുത്തവർക്കാണ് അടുത്ത അധികാരം. എന്നിരുന്നാൽ പോലും മനുഷ്യ മനസ്സിൽ ആരും പറഞ്ഞുകൊണ്ടല്ലാതെ തന്നെ കറുപ്പിനോടൊരു വെറുപ്പുണ്ട് എന്നുള്ളൊരു വസ്തുതയല്ലേ. ഞാൻ പിന്നെ ഈ മാട്രിമോണിയിലെടുത്ത് പരിശോധിച്ചു. അതിൽ വന്ന പരസ്യങ്ങൾ ഒന്നും ഞാൻ കറുത്തവനാണ് എനിക്കൊരു പെണ്ണ് വേണമെന്നില്ല, ഞാൻ വെളുത്തവനാണ് എനിക്ക് പെണ്ണ് വേണമെന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഒന്നെടുത്ത് നോക്കാം. ഇതാ പിന്നെ മുസ്ലിം സുന്നി യുവാവ് 40,179 വെളുത്ത നിറം പറയാം. വേറെയും എത്രയോ ഒന്നുണ്ട്. മറ്റൊരു പരസ്യം, മുസ്ലിം വെളുത്ത സുമുഖൻ 19,510 MCA സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. നോക്ക്, ഇതിൽ ഒന്നിൽ പോലും കറുത്ത മുസ്ലിം യുവാവ് കറുത്ത നിറം എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യമില്ല. ഉള്ളത് മുഴുവനും വെളുത്ത നിറം വെളുത്ത നിറം. അപ്പോൾ കറുപ്പായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒന്ന് വായിക്കാം, മുസ്ലിം യുവാവ് വെളുത്ത നിറം, ITI സിവിൽ കോട്ടയം ജില്ല, നോക്ക്, സൗദിയിൽ കമ്പനിയിൽ ജോലി. അപ്പോൾ ഇതിൽ ഈ വെളുത്ത നിറം എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുന്നത്. പെൺകുട്ടികൾ ഞാൻ വായിക്കാതിരിക്കുക, പെൺകുട്ടികൾ കറുത്ത നിറം എന്ന് പറഞ്ഞാൽ പരസ്യം കൊടുത്താൽ ഈ ജന്മ കുട്ടിക്ക് പുതിയാപ്പിളാർ കിട്ടുക. അപ്പം ഈ ഒരു വസ്തുത, കറുപ്പിനോടുള്ളതായ വെറുപ്പ്, അത് നമ്മുടെ ജീനിലുള്ളതാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത് പിന്നെ അവകാശങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നീതിയുടെ കാര്യത്തിൽ ഒരു കറുത്താളും ഒരു വെളുത്താളും വന്നു, വെളുത്തവരോട് മാത്രമേ ഇരിക്കാൻ പറയുക, കറുത്തവരോട് നിൽക്കാൻ പറയുക മുതലായ തൊട്ട് സർക്കാരിൽ എന്തെങ്കിലും കിട്ടേണ്ടതിന് വെളുത്തവരുടെ റേഷൻ കാർഡൊക്കെ വേഗം കൊടുക്കുക, കറുത്തവരുടെ വെക്കുക, അതുപോലത്തെ എല്ലാ കാര്യങ്ങളും. ഇങ്ങനൊന്നുമില്ല, അതിന് അങ്ങനെ ഒരു വിവേചനം നടക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ പെൺകുട്ടിക്ക് ഭർത്താവിനെ തരുമ്പോൾ കറുത്തവനെ തരുന്നില്ല, വെളുത്തവനെ തരുന്നത്. വെളുത്തവനെ മകനെ അല്ലെങ്കിൽ കറുത്ത മകനാവട്ടെ, അവനൊരു ഒരു പാർട്ട്ണറെ സാധർമണിയെ തരുമ്പോൾ വെളുത്ത കുട്ടിയുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കറുപ്പിനെ പരമാവധി അകറ്റി നിർത്തുന്നു. ഞാൻ കറുത്തുകൊണ്ടാണ്, ഞാനിത് അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നേക്കാൾ കറുത്ത ചില ആൾക്കാരെ കാണുവാണെങ്കിൽ ചെറിയൊരു സമാധാനം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ലാഫർക്ക ബൈന പിന്നെ അസ്വദ ബൈന അബിയല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കറുത്തതിനെ അകറ്റി നിർത്തുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇത് പിന്നെ ഞാനൊരു ഈജിപ്ഷ്യനായിട്ട് ഇതിനെപ്പറ്റി തർക്കിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഖുർആൻ അംഗീകരിച്ചതാണ് വെളുപ്പിൻ്റെ പ്രാധാന്യം, ഖുർആനിലെ വെളുത്താണ് നല്ലത്. യോമത്ത് അസ്വദ് വുജൂ, അയാൾ ഓതി യോമത്ത് അസ്വദ് വുജൂ
ഒത്തബിയൽ വുജൂഹ്, ചില മുഖങ്ങൾ കറുക്കും. പാമലദീന സ്വന്തത്ത് വുജൂഹും, മുഖം കറുത്തവർ അവരെ കാര്യം പോക്ക, അവർ നരകത്തിൽ ഫിന്നാർ. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം അതിനകത്ത് നിസ്തിംബാത്ത് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലായത്. അതായത് മുഖം കറുത്തവർ കറുത്ത മുകളിലൊക്കെ പിടിച്ച് ജയിലിടുന്നതല്ല, അല്ല നരകത്തിലിടുന്നതല്ല, പരലോകത്തിലെത്തി നമ്മുടെ നന്മ തിന്മകൾ വിശകലനം ചെയ്ത് പരിശോധിച്ച് അതിൽ പിന്നെ ഒരാളുടെ തിന്മകളാണ് കൂടുതലെങ്കിൽ സ്വാഭാവികമായും അവരുടെ മുഖം കറുക്കും, പിടിച്ച് നരകത്തിലേക്ക് എറിയും. അത് ബാന്യാക്കളോട് പറയും, പിടിക്കവനെ പുതു ഫഹുല്ലു സുമ്മിൽ ജഹീമ സെല്ലു എന്ന് പറയുന്നത്. അവൻ്റെ മുഖം കറുക്കും. അപ്പോൾ അവർ മുഖം വെളുക്കുന്നു എന്താ പറയാത്തത്? ഒരാളൊരു മഹാപാപ്പിയാണ് അയാളെ നരകത്തിലിടേണ്ടത്, അത് കണ്ടില്ല അവൻ്റെ മുഖം കറുത്തിന്, അല്ല മുഖം വെളുത്തിരുന്ന് പറയില്ലല്ലോ. അപ്പോൾ കറുപ്പിനഴകി എന്ന പാട്ടിനെ പറ്റി ഞാൻ വേറെ പറയാം. ഇതാണ് അവസ്ഥ. ഈ കറുപ്പിനഴകി എന്ന പാട്ട് ഇസ്ലാമിയെ പഠിപ്പിക്കുന്ന കാലത്ത്, നാളെ അധ്യാപകനായിരുന്ന കാലത്ത് കുട്ടികൾ പിന്നെ ക്ലാസ് ഒഴിവുള്ള ക്ലാസ്സിലേക്ക് അധ്യാപകരെ വിളിക്കാൻ വരും. അപ്പോൾ ഒരു ദിവസം ഒരു കറുത്തൊരു പെൺകുട്ടിയും കൂടെ ഒരു വെളുത്ത പെൺകുട്ടിയും. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ രണ്ടാൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വന്നത്? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി, ആ കറുത്ത പെൺകുട്ടി ആ കുട്ടി എന്നോട് പറയാണ്, സാർ ഞങ്ങൾ ഒറ്റയ്ക്ക് മുമ്പിലെ ഒന്നും കൂടെ എല്ലാം നടന്നാലോ ഒറ്റ കുട്ടി ഞങ്ങൾ നേരെ മര്യാദയ്ക്ക് നോക്കില്ല, തുറിച്ചേ നോക്കുള്ളൂ. അപ്പോൾ വെളുത്തൊന്നും കൂടെ ഉണ്ടെങ്കിലോ അപ്പോൾ അവർ വളരെ മര്യാദയിലായിരിക്കും. ആൺകുട്ടികളുണ്ടാവും, ആരാധനയിൽ പെൺകുട്ടികളുണ്ടാവും. പെൺകുട്ടികളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ്. ഇവരെ കണ്ണ് വെളുത്തതാണെങ്കിൽ അവർ മര്യാദയ്ക്കാണ് നോക്കുക, കറുത്തത് കൂടെ ഉണ്ടെങ്കിൽ തുറിച്ച് നോക്കും കറുത്തതിനെ. ഇതാണ്. ഇതിപ്പോൾ ആരോരോ പറഞ്ഞതല്ല, നിങ്ങൾ കറുത്ത പെൺകുട്ടികളെ കണ്ടാൽ തുറിച്ച് നോക്കേണ്ടിയെന്നോ അല്ലെങ്കിൽ വെളുത്തതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ സത്യഭാമ ഇവിടെ ഞാൻ കറുത്തതെന്ന് പറഞ്ഞു പോയതിൻ്റെ പേരിൽ വല്ലാതെ അവരോട് മാപ്പ് വയ്ക്കാൻ പറയുകയോ അല്ലെങ്കിൽ അതിന് വലിയ വിചാരണ ചെയ്യുന്നതിന് അർത്ഥമൊന്നുമില്ല. അവരവരുടെ സഹജമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഗതി അങ്ങ് പറഞ്ഞതാണ്. അതിനെ തന്നെ നമ്മൾ നിർത്താം. കറുപ്പും വെളുപ്പും തമ്മിലുള്ള അകൽച്ച ഞാൻ പറഞ്ഞല്ലോ, പരലോകത്തിലെത്തുമോ എമത്തെ സ്വന്ത് ഉജുവോ തബിയൊന്ന് ഉജു എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ചിലരുടെ മുഖം വന്ന് വെളുത്തിരിക്കും, അവർ നരകത്തിലാണെന്ന് അറിയാത്തത്? അപ്പോൾ കറുപ്പ് എന്ന് പറയുന്നത് നരകത്ത് പോകേണ്ട ഒരു നിറമാണെന്ന് അതിനകത്ത് മനസ്സിലായത്. ശരി, നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം പറയാം. ഞാനൊരു അഭിപ്രായം പറഞ്ഞതാണ്.